നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. നിരവധി സാധാരണക്കാരായ പ്രവാസികൾ തൊഴിലെടുക്കുന്ന ഗൾഫ് രാഷ്ട്രമാണ് UAE. നിയമലംഘനങ്ങൾ കണക്കിലെടുത്ത് അടിക്കടി നിയമപരിഷ്കരണങ്ങൾ കൊണ്ടുവരികയും നിലവിലുള്ള നിയമങ്ങൾ കർശനമാക്കുകയും ചെയ്യുന്ന ഭരണകൂടത്തിന്റെ നീക്കങ്ങൾ തൊഴിലാളികളെ മാത്രമല്ല തൊഴിലുടമകളെയും കൂടി ലക്ഷ്യമിട്ടിട്ടുള്ളതാണ്. പ്രവാസികളുടെ ക്ഷേമത്തിന് മുൻതൂക്കം നൽകുന്ന UAE ഭരണാധികാരികളുടെ മിന്നൽ നീക്കം പലപ്പോഴും പല മാറ്റങ്ങളും ഭരണരംഗത്തും സാമ്പത്തിക രംഗത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലെങ്കിൽ ഇനി വിസ ഇല്ല എന്ന കർശന നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അധികൃതർ ഇപ്പോൾ. ഫലത്തിൽ ഇത് ബാധിക്കുന്നത് തൊഴിലുടമയാണെങ്കിലും പ്രവാസികളെയും പുതിയ നീക്കം ഒരു പരിധിവരിയിൽ കൂടുതൽ തന്നെ ബാധിക്കും എന്ന കാര്യത്തിൽ സംശയം വേണ്ട. ഇതോടെ നിലവിൽ ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാതെ തൊഴിലാളികൾ ആശങ്കയിലാണ്. നിയമപ്രകാരം തൊഴിലുടമയാണ് ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കേണ്ടത്. ഇതിനായി ജീവനക്കാരിൽ നിന്ന് പണം ഈടാക്കാൻ പാടില്ല എന്നതാണ് നിയമം. ഫാമിലി വിസയുള്ള ജീവനക്കാർ അവരുടെ ആശ്രിതർക്കും ആരോഗ്യ ഇൻഷുറൻസ് ഉറപ്പാക്കേണ്ടതുണ്ട്. നിലവിൽ അബുദാബി, ദുബായ് എമിറേറ്റുകളിലെ വിസക്കാർക്ക് മാത്രമാണ് നിർബന്ധിത ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷയുള്ളത്. ഇതാദ്യമായാണ് ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, റാസൽ ഖൈമ, ഫുജൈറ എമിറേറ്റുകളിലേക്ക് കൂടി ഈ പദ്ധതി വ്യാപിപ്പിക്കുന്നത്. വീട്ടുജോലിക്കാർ ഉൾപ്പെടെ UAEയിലെ സ്വകാര്യ മേഖലയിൽ ജോലി ചെയ്യുന്നവർക്ക് ഇനി മുതൽ ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാണ്. ജനുവരി 1 മുതലാണ് പുതിയ നിയമം നിർബന്ധമാക്കുന്നത്. ഇതിനകം ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത്തരം തൊഴിലുടമകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്ന് അധികൃതർ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. ആരോഗ്യ ഇൻഷുറൻസ് ഇല്ലാത്തവർക്ക് ജനുവരി 1 മുതൽ പുതിയ വിസ എടുക്കാനും നിലവിലുള്ളവ പുതുക്കാനും സാധിക്കില്ല. ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് നൽകിയില്ലെങ്കിൽ ആളൊന്നിന് മാസം 500 ദിർഹം വീതം പിഴ ഈടാക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. നിർബന്ധിത ഇൻഷുറൻസ് പദ്ധതി വടക്കൻ എമിറേറ്റുകളിലേക്ക് കൂടി വ്യാപിപ്പിക്കുന്നത് പ്രവാസി തൊഴിലാളികൾക്ക് വളരെയധികം ഗുണം ചെയ്യുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. വിവിധ രോഗബാധിതർ വർദ്ധിച്ച ചെലവ് കാരണം അവധിക്ക് നാട്ടിലേക്ക് പോകുമ്പോഴാണ് ചികിത്സ തേടുന്നത്. ഭീമമായ ചികിത്സാ ചെലവ് കാരണം കൃത്യമായി ഇത്തരക്കാർ രാജ്യത്ത് ചികിത്സ തേടാറില്ല. നാട്ടിലേക്ക് പോകുന്നതും കാത്തിരിക്കുന്നതും മൂലം പലരുടെയും രോഗാവസ്ഥ ഗുരുതരമാകുന്ന സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമാക്കുന്നതിലൂടെ ഇത്തരമൊരു സാഹചര്യം ഒഴിവാക്കാനാകും എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ജീവനക്കാർക്ക് ആരോഗ്യ ഇൻഷുറൻസ് പരിരക്ഷ ഒരുക്കുന്നത് തൊഴിലുടമകൾക്ക് അധിക ബാധ്യത വരുത്തുമെങ്കിലും കുറഞ്ഞ നിരക്കിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കാനുള്ള ശ്രമത്തിലാണ് UAEയിലെ ഇൻഷുറൻസ് കമ്പനികൾ. എന്നാൽ കുറഞ്ഞ പ്രീമിയമുള്ള ഇൻഷുറൻസ് ഉള്ളവർക്ക് നിലവാരം കൂടിയ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് നിയന്ത്രണമുണ്ടാകുമെന്ന് മറ്റൊരു വെല്ലുവിളി കൂടി ഇതിനൊപ്പമുണ്ട്. ദുബായ്, അബുദാബി എമിറേറ്റുകളേക്കാൾ കുറവായിരിക്കും ഷാർജയിലെയും വടക്കൻ എമിറേറ്റുകളിലെയും ഇൻഷുറൻസ് പ്രീമിയമെന്ന് ഈ രംഗത്തെ വിദഗ്ധർ പറയുന്നു. ഇതേസമയം ഓരോ കമ്പനിയുടെയും ആവശ്യപ്രകാരം കൂടുതൽ ആനുകൂല്യങ്ങളുള്ള പാക്കേജ് നൽകാനാകുമെന്നും ഇൻഷുറൻസ് കമ്പനികൾ വ്യക്തമാക്കുന്നുണ്ട്. ഇതിനിടെ അബുദാബിയിൽ ആരോഗ്യ ഇൻഷുറൻസ് നിരക്ക് വർദ്ധിപ്പിച്ചതോടെ ചില കമ്പനികൾ ആശ്രിതരുടെ തുക നൽകില്ല എന്ന് അറിയിച്ചത് പ്രവാസി കുടുംബങ്ങൾക്ക് തിരിച്ചടിയായിട്ടുണ്ട്. ഒന്നുകിൽ കുടുംബത്തെ നാട്ടിലേക്ക് അയക്കുകയോ അല്ലെങ്കിൽ സ്വന്തം നിലയിൽ ഇൻഷുറൻസ് എടുക്കുകയോ ചെയ്യണം എന്നാണ് കമ്പനികൾ ജീവനക്കാർക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം. 40-ന് മുകളിൽ പ്രായമുള്ളവരുടെ പ്രീമിയത്തിലാണ് വൻ വർധനയുള്ളത്. സാമാന്യം ഭേദപ്പെട്ട ഇൻഷുറൻസ് പാക്കേജിന് ഇരട്ടി തുക നൽകേണ്ടി വരും. 60 കഴിഞ്ഞവരുടെ ഇൻഷുറൻസ് ബേസിക് പാക്കേജിന് 900 ദിർഹം ഉണ്ടായിരുന്നത് ഇപ്പോൾ 9000 ദിർഹമാക്കിയാണ് കൂട്ടിയിട്ടുള്ളത്. ചില കമ്പനികൾ ഇത് 16000 ദിർഹത്തിലേറെയും ആക്കിയിട്ടുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് പ്രവാസി മലയാളി സബ്സ്ക്രൈബ് ചെയ്യും.